ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. പനീർ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് അരി വേവിക്കാനും വേണ്ടിയിട്ടുള്ള വെള്ളമാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് 2 പട്ട, അതേപോലെ തന്നെ ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ഇതിൻ്റെ കൂടെ ചേർത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരി തനിയായിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഈ വെള്ളം ഒന്ന് തിളക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ 1/2 കിലോ അരി കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അരി അതിലേക്ക് മാറ്റാം. ഈ വെള്ളം തിളക്കുന്ന ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് എണ്ണ ഇതിൽ ഒഴിച്ചിട്ടുണ്ട് പാനിൽ. ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യണത്, ജസ്റ്റ് ഇതൊന്ന് എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഫ്രൈ ചെയ്യാതെയും കൂടി നമുക്ക് പനീർ വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ബിരിയാണിയിൽ ആഡ് ചെയ്യാം. പക്ഷേ ഇതൊരു ടേസ്റ്റാണ്, ഒന്ന് ക്രഞ്ചി ആയിട്ടുണ്ടാവും കുറച്ച്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. നമ്മളുടെ പനീർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചട്ടിയിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മളുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ അതേപോലെ തന്നെ ഉള്ളിയും ഒന്ന് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഗാർണിഷിനുള്ള എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മളുടെ വെള്ളം ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അരി ഇടാനുള്ള. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ അരി അധികം ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ ഈ അരി ഏകദേശം 15 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്തിയിട്ട അരിയാണ് കേട്ടോ. നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ചോറൊന്ന് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ ടൈം കൊണ്ട് നമുക്ക് മസാലകളൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഗാർണിഷിൻ്റെ ഐറ്റംസൊക്കെ റെഡിയാക്കി അതേ പാനിലേക്ക് തന്നെ ഒരു 3 വലിയ ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം അത് നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഉള്ളി ഏകദേശം നന്നായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 2 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം ഇട്ടത്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർത്തിട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്തി അരിഞ്ഞത് ഒരു ചെറിയ ബൗളിൽ എടുത്താൽ മതി. നമ്മൾ മല്ലിയിലയും പുതിനയും അരിഞ്ഞത് എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പച്ച സ്മെല്ലൊക്കെ പോകുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പുതിന അതിൻ്റെ എല്ലാം പച്ച സ്മെല്ലെല്ലാം പോയി നല്ല റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ അളവിന് ചെറിയ ജീരകമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും മസാലകളാണ് ഞാൻ ചേർത്തി കൊടുക്കുന്നത് ഇതിലേക്ക് കേട്ടോ.
ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ഇനി അര ലെമണാണ് ആവശ്യമുള്ളത്. ഞാൻ 1 കിലോ റൈസാണ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അര ലെമണാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അര ലെമണും കൂടി പിഴിഞ്ഞതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ്. ഒരു 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ടൈം കൊണ്ട് നമ്മളുടെ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അരി വെന്ത് ഞാൻ അതിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ചോറ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലായിട്ട് നമ്മൾ ചോറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ചോറ് ഒരു ഏകദേശം 90% വെന്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കും. അപ്പോൾ കറക്റ്റ് ആവും. അപ്പോൾ ഇതിൻ്റെ മേലെ നമ്മളുടെ ഗാർണിഷ് ഐറ്റംസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മല്ലിയിലയും പുതിനയും ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗാർണിഷിന് വേണ്ടി വെച്ച ഉള്ളി, മുന്തിരി, അണ്ടിപ്പരിപ്പ് എല്ലാം ഇട്ടതിൻ്റെ ശേഷം നമ്മളിത് ഒരു 15 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ലോ ഫ്ലെയിമിലേ ഇടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ നമ്മുടെ മസാല അടി പിടിക്കും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഇതിൻ്റെ മേലായിട്ട് നമ്മൾ കുറച്ച് നെയ്യും അതേപോലെ തന്നെ റോസ് എസൻസും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. റോസ് എസൻസ് ആണ് കേട്ടോ, റോസ് വാട്ടർ അല്ല. അതും കൂടി ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷമുള്ളതാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് മറക്കാതെ ഒന്ന് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്യുക. ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. Audio Jungle.